അനധികൃത വോട്ട് ചേർക്കലിനെതിരെ LDF ആലുവ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. പ്രതിഷേധ ധർണ CPIM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് വി സലീം ഉദ്ഘാടനം ചെയ്തു. ആലുവ നഗരസഭയിൽ അനധികൃതമായി വോട്ട് ചേർക്കുന്നതിനെതിരെ LDF ആലുവ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചും ധർണയും CPIM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് വി സലീം ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ കള്ളവോട്ട് കയറി എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായി വലിയ സമരങ്ങൾ നടക്കുകയാണ്. ആലുവ നഗരസഭയിൽ എന്താണോ BJP രാജ്യവ്യാപകമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ചില ഉദ്യോഗസ്ഥന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് അധികാരത്തിന്റെ ശക്തി ഉപയോഗിച്ച് ഈ നഗരസഭയിലും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു വീടിനകത്ത് 25 വോട്ടാണ് ചേർത്തിട്ടുള്ളത്. ആ ആളുകളെല്ലാം അവിടെയാണോ താമസിക്കുന്നത്? മക്കളും മക്കളുടെ മക്കളും മക്കളുടെ മക്കളും എല്ലാം ഒരു വീട്ടിനകത്ത് വോട്ടർമാരായി വരികയാണ്. ഞങ്ങൾ പറഞ്ഞു അവരെല്ലാം റേഷൻ കാർഡ് ഇവിടുന്ന് മാറ്റിയവരാണ്, അവർക്കിവിടെ റേഷൻ കാർഡില്ല, അവരിവിടെയല്ല താമസം. അത് പറഞ്ഞപ്പോ ആ രേഖ ഉൾപ്പെടെ ഞങ്ങൾ ഹാജരാക്കിയിട്ട് അത് മുഖവിലക്കെടുക്കാതെ അന്വേഷണത്തിന് പോയ ഉദ്യോഗസ്ഥൻ അവരെല്ലാം അവിടെ താമസക്കാരാണ് എന്ന് സർട്ടിഫൈ ചെയ്ത് ആ വോട്ട് ഇപ്പോ ചേർത്തിരിക്കുകയാണ്. ഏകപക്ഷീയമായി വോട്ട് നീക്കം ചെയ്യുന്ന നിലയാണ് ആലുവ മുനിസിപ്പാലിറ്റി നടക്കുന്നത്. യാതൊരു തിരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഹിയറിംഗ് നടത്തിവരുന്നത് തുടങ്ങി നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ഒപ്പം 20-ാം വാർഡിലെ ഒരു വീട്ടിൽ 20-ലേറെ വോട്ടുകളുള്ളതും അംഗങ്ങൾക്ക് മറ്റ് പഞ്ചായത്തുകളിൽ റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ ഉണ്ടായിട്ടും താമസിക്കുന്ന പ്രദേശങ്ങളിൽ വോട്ട് ചേർക്കാനുള്ള സമയമുണ്ടായിട്ടും അതൊന്നും ചെയ്യാതെ ഉദ്യോഗസ്ഥർ മുനിസിപ്പൽ ഭരണത്തിന്റെ സ്വാധീനം മൂലം ഈ പേരുകൾ വെട്ടാൻ തയ്യാറാവുന്നില്ലെന്നും പ്രതിഷേധക്കാർ ആരോപിക്കുന്നു. പ്രതിഷേധ മാർച്ചിൽ PK അൻവർ അധ്യക്ഷത വഹിച്ചു. രാജീവ് സക്കറിയ, കൌൺസിലർമാരായ മിനി ബൈജു, ശ്രീലത വിനോദ് കുമാർ, ടിൻറ്റു രാജേഷ്, ഏലിയാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ആലുവ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.